ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ അരിപ്പയിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കേക്ക് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവണം. ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ബേക്കായി കഴിയുമ്പോൾ മുട്ടയുടെ മണം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. മുട്ട ചെറുതായൊന്ന് ബീറ്റായി വരുമ്പോഴേക്കും പൊടിച്ചു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൂടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വരുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കണം. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു 2 ഡ്രോപ്സ് ബട്ടർ എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒത്തിരി അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിലും മുട്ടയും കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നീട് കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ബീറ്റർ വെച്ചിട്ട് ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഒരു ഫോർക്കോ ഒരു വിസ്കോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ സ്പാച്ചില വെച്ചിട്ടാണ് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡ് ആവുന്നത് കൊണ്ടാണ് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് മണലും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മണലില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ അതിൽ ഇറക്കി വെച്ച് ഒരു 35 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. 30 മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ മണം വരുന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കണേ. അതുപോലെ ലോ ഫ്ലെയിമിൽ വയ്ക്കാനും മറക്കരുത്. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഐസ് വാട്ടറിൻ്റെ മുകളിലേക്ക് ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സമയം ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളും ഒക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്റ്റിഫ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി കഴിഞ്ഞാൽ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമേ ഐസിങ് ചെയ്യാനായി എടുക്കാവുള്ളൂ. കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ തന്നെ 3 ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ഏറ്റവും താഴെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും മുകളിലേക്ക് ഏറ്റവും താഴത്തെ ലെയറുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത് കൊണ്ടാണ് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാത്തത്. ഞാനിപ്പോൾ ഒരു തവണ മാത്രം ക്രീം അപ്ലൈ ചെയ്തെടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ആദ്യം ഒന്ന് ക്രം കോട്ടിംഗ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശം ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇളം ചൂടോടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം ഐസിങ് ബാഗിലേക്ക് എടുത്തിട്ട് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു സൈഡിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ബ്ലൂ കളറിലുള്ള ഷുഗർ ബോൾസും പൂവിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.